അരുണങ്കിളുമായിട്ട് അമ്മ പോയത് ഡോക്ടർ സ്നേഹയുടെ വീട്ടിലേക്കാ. അരുണങ്കിള് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ വീട്ടിലേക്ക്. ആ കുട്ടിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാ. ചേച്ചിയുടെ മുമ്പ് ഞാൻ തോറ്റു, അത്ര തന്നെ. യദു, അവനോട് നീ എന്താ പറഞ്ഞു കൊടുത്തേ? ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു? അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാ നേരെ ഇങ്ങോട്ടേ വരൂന്ന് അവൻ തർക്കിച്ചു. ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അവിടം വരെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്നേ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ വിളിച്ചു പറയാതിരുന്നത്. അല്ലാതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാൻ പാടില്ലായിരുന്നോ? മോള് വിളിക്കുന്നതിനെന്താ? നീ സ്ഥിരം വിളിക്കാറുള്ളതല്ലേ? ചോദിച്ചെന്നേ ഉള്ളൂ. യാമി, എന്താ പറ്റി നിങ്ങൾക്കൊക്കെ? ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങള്, കാണാത്ത ഭാവങ്ങള്. ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ കഥ അങ്ങനെ. നീ ഇരിക്കടാ. എന്നിട്ട് എന്റെ പൊന്നുമോൻ വിശേഷങ്ങളൊക്കെ പറ. എങ്ങനെ ഉണ്ടായിരുന്നടാ ഡിന്നർ? ഗംഭീരം. സ്നേഹയുടെ അച്ഛനെ നല്ലൊരു കുക്ക. ഫുഡൊക്കെ എന്നാ ഒരു ടേസ്റ്റാന്നറിയോ? പക്ഷെ ഫാദർ അത് മിസ് ചെയ്തു. അതൊരു മിസ്സിംഗ് ഒന്നുമല്ല. ആ കട ഞാൻ പിന്നീട് ഒരു ദിവസം ചെന്ന് വീട്ടിക്കോളാം. അതുകൂടെ നീ കാര്യം പറ. ഇത്രയും യോഗ്യനായ ഒരുത്തനെ മകൾക്ക് കിട്ടുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കിട്ടിയത് എന്റെയും എൻ്റെ മോളുടെയും ഭാഗ്യമാണെന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ കഥ എഴുതാനല്ല പറഞ്ഞേ. ഇങ്ങനെയൊക്കെ അയാൾ പറഞ്ഞു? അല്ല, ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്നാലും ഏകദേശമൊക്കെ ഇങ്ങനെയാണ്. എങ്ങനെയൊക്കെ? രംഗനാഥൻ പറഞ്ഞതെന്താന്ന് തെളിച്ചു പറ. അതെ, സ്നേഹയുടെ അച്ഛന് ഇതിനെക്കുറിച്ചൊക്കെ ചെറുതായ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതെങ്ങനെ? ഈ സ്നേഹ ഫോണിൽ സംസാരിക്കുമ്പോഴേ കൂടെ കൂടെ എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. അതിൽ നിന്ന് പുള്ളി ഊഹിച്ചെടുത്താ. നന്നായി. പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. നീ ഇന്ന് നിരാശയോടെ വന്ന് കയറും, നാളെ ഞാൻ സമാധാന ദൂതുമായി ഇറങ്ങേണ്ടി വരും എന്നൊക്കെ. എന്തായാലും ആ കടമ്പങ്ങ് കിടന്നല്ലോ. അതെ, ഇനി എന്താ പരിപാടി? എന്നോട് ചോദിച്ചിട്ട് എന്തായാലും നിങ്ങൾ കാരണവന്മാര് തമ്മിൽ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി. എന്നിട്ട് നിശ്ചയിക്കുന്ന ദിവസം ഞാൻ കല്യാണം കഴിച്ചോളാം. എങ്ങനെ മോനെ? ഓ, എന്റെ ജീവിതത്തില് ഇത്രയും പാവത്തം കാണിച്ച വേറൊരുത്തനില്ലടാ. എന്തൊരു നിഷ്കളങ്കത. ഞാൻ ഹാപ്പിയാണ് ഫാദർ. ഒന്നാമത് മൈഥിലി മാഡത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നറിഞ്ഞ സന്തോഷം. പിന്നെ ഇത് എനിക്ക് ഇത്രയും സന്തോഷത്തിന്റെ ആവശ്യമൊക്കെ ഉള്ളൂ. പിന്നെ അധികം വൈകാതെ നീ കുടുംബസ്ഥനാകാൻ പോവുകയാണ്. ഇനി ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വേണം. ഓ, അപ്പൊ എനിക്കിപ്പോ അടുക്കും ചിട്ടൊന്നും ഇല്ലേ? അങ്ങനെ ചോദിച്ചാ ഞാൻ വളർത്തിയതിന്റെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറച്ചുകൂടെ നീ ഉത്സാഹിക്കണം. ആയിക്കോട്ടെ. പിന്നെന്താ? കല്യാണം കഴിക്കുക, സ്വർഗസമാനമായ ഒരു കുടുംബജീവിതം നയിക്കുക. അതെന്തായാലും ഇങ്ങനെ നടത്തിക്കൊണ്ടോണെന്ന് കാണിച്ചു തരാൻ എന്നെ കൊണ്ടാവില്ല. അത് വേണ്ട. പക്ഷേ നല്ല കുടുംബത്തിന് എൻ്റെ മുമ്പിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. മൈഥിലി മാഡത്തിൻ്റെ കുടുംബം. എനിക്ക് അങ്ങനെ ഒരു കുടുംബം മതി ഫാദർ. എപ്പോഴും ചിരിയും കളിയും ബഹളമൊക്കെ ഉള്ള ഒരു കുടുംബം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. സാരംഗ്, എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ദയവ് ചെയ്ത് സാരംഗിന് എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മക്കളെ കൊണ്ട് ചോദിപ്പിക്കരുത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കയറുമ്പോൾ മോൻ എന്നെ ചോദ്യം ചെയ്തു. എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. യദുവിന്റെ കാര്യത്തിലേ ഇതൊക്കെ ആദ്യ. അവനത് ചോദിക്കാൻ കാരണം യാമിയ. അപ്പൊ യാമിയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചു. അങ്ങനെയാണോ കരുതിയേ? ഇപ്പോഴും മടിയിൽ കിടത്തി ഉറക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മക്കള് വലുതായിക്കൊണ്ടിരിക്കുക. അവരുടെ മനസ്സിനും ബുദ്ധിക്കും ഒക്കെ വലുപ്പം വയ്ക്കും. അതിനനുസരിച്ച് അവർ കൂടുതൽ കൂടുതൽ ചിന്തിക്കും, കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും.
അതൊരു തെറ്റല്ല. താൻ എവിടെ പോകുന്നു, എപ്പോ വരുന്നു, ഇതൊക്കെ ഇപ്പൊ എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളല്ല. അപ്പൊ പിന്നെ എനിക്ക് ആരെ കൊണ്ടും ചോദിപ്പിക്കേണ്ട കാര്യമില്ല. എവിടെ പോയാലും കുഴപ്പമില്ല, എപ്പോ പോയാലും കുഴപ്പമില്ല. വല്ലാത്ത സ്വാതന്ത്ര്യമാണല്ലോ സാരംഗ്. മനസ്സിൽ ഇത്ര അകൽച്ച വന്നാൽ മാത്രമേ ഇത്രയും സ്വാതന്ത്ര്യം തരാൻ പറ്റൂ. ഐ എം സോറി ഇത് വന്ന് ചോദിച്ചതിന്. ഭാവിയെപ്പറ്റി ചിന്തിക്കാനോ സംസാരിക്കാനോ ഒക്കെ പേടിയാ എനിക്കിപ്പോ. കാരണം കിട്ടുന്നതൊക്കെ പുതിയ പുതിയ ഷോക്കുകളാ. ഈ കുടുംബത്തിലെ ഒരാളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ആവർത്തിച്ച് പറഞ്ഞൊരു നുണ സത്യമാക്കുന്നൊരു ഏർപ്പാടുണ്ട്. അതുപോലെ പറഞ്ഞു പറഞ്ഞ് എന്നെ തെറ്റുകാരിയാക്കാണോ? നല്ല അർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ഓക്കെ സാരംഗ്, സാരംഗിന്റെ ജോലി നടക്കട്ടെ. കണ്ണാടിയോടും ചോരനോടും ഒക്കെ സങ്കടങ്ങൾ പറഞ്ഞു മടുത്തു. ജീവനുള്ള ഒരാൾ മുന്നിൽ നിൽക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ആശ്വാസം തോന്നുമല്ലോ. വേണ്ട, എന്റെ സങ്കടങ്ങള് ചോരകള് തന്നെ താങ്ങി നിർത്തട്ടെ. രഞ്ജിത്ത്, ഞാൻ നാളെ വീട്ടിൽ പോയിക്കോട്ടെ? എന്തുപറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ പോയാലോന്നാ. എന്താ വന്നതെന്ന് അവര് ചോദിച്ചാ? പോയിട്ട് കുറെ ദിവസം ആയില്ലേ, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. വിവാഹം കഴിഞ്ഞിട്ട് താൻ ഇതുവരെ തനിച്ചങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പൊ ഞാൻ കൂടെ വരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ? രഞ്ജിത്തിന് തിരക്കാണെന്ന് പറയും. ജോലി നഷ്ടപ്പെട്ടവന് തിരക്കോ? ആ, പോകുന്നെങ്കി പോ. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് ചോദിച്ചാ രഞ്ജിത്ത് സമ്മതിക്കില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താ ഇങ്ങനെ? രാത്രി നന്നായി വൈകിട്ടുണ്ട്. ഈ സമയത്ത് ഇത്തരം ഗെയിമുകൾ കളിക്കണം. ഗെയിമോ? നമുക്കിടയിൽ പരിചിതമില്ലാത്ത പല വാക്കുകളും വന്നു തുടങ്ങി. പരിചയമില്ലാത്ത പലതും സംഭവിക്കുന്നില്ലേ? അപ്പൊ പുതിയ വാക്കുകളും ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഞാൻ രാവിലെ തന്നെ പോവും. ചെല്ല്. അവിടെ പറയാനുള്ള കള്ളങ്ങളൊക്കെ മനസ്സിലിങ്ങനെ അടുക്കിക്കോ. പക്ഷെ കഷ്ടമാണ് സ്വന്തം കുടുംബത്തിൽ പറയാൻ. ഇപ്പോഴും കള്ളങ്ങൾ തന്നെ ആശ്രയം. ഇവിടെ നടന്നത് അവിടെ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എനിക്കതിൽ പേടിയില്ല. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, എന്താ ഇങ്ങനെ കെട്ടിപ്പൊക്കിക്കൊണ്ട് നടക്കുന്നേ? എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുൻപേ അങ്ങനെ ചെയ്യുമായിരുന്നല്ലോ. ഇത്രയും നാള് ജീവിച്ചില്ലേ, നിഴല് പോലെ ഉണ്ടായിരുന്നില്ലേ? ഒരു വാക്ക് പറഞ്ഞോ, എനിക്ക് നിന്നെ വിശ്വാസമാണ്, നീ തെറ്റ് ചെയ്യില്ലെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ രഞ്ജിത്തിന്റെ മുമ്പിൽ ഇപ്പൊ സംശയത്തിന്റെ നിഴലിലാണെന്ന്. ഈ വിശ്വാസമില്ലായ്മ മനസ്സിൽ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മുൻപേ പറയണമായിരുന്നു. ഇതൊരുമാതിരി ലോകത്തുള്ള ഏറ്റവും വലിയ ആദർശവാനെ പോലെ ഭാര്യയെ കെട്ടുകാഴ്ചയായിട്ട് കൊണ്ടുപോയിട്ട് ഇത് ചീപ്പാണ് രഞ്ജിത്ത്. അതേ, ചീപ്പാണ്. അപ്പോ താൻ നാളെ പോകുന്നത് എന്നേക്കുമായിട്ടല്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ രഞ്ജിത്തിന്? എനിക്കറിയില്ലല്ലോ എന്ത് തീരുമാനത്തിന്റെ പുറത്താണ് ഈ യാത്രയെന്ന്. ഇതിനും ഭേദം എന്നെ അങ്ങ് കൊല്ല്. ഞാൻ ഒരിടത്തും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഒരാളോടും പരാതിയും പറയുന്നില്ല. എന്നെ കൊല്ലാനും ജീവിപ്പിക്കാനും ഒരാൾക്കേ അവകാശമുള്ളൂ, രഞ്ജിത്തിന്. രഞ്ജിത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്യാം. ഏത് ഇവിടെ മോളെ? അവൻ പോയല്ലോ. എങ്ങോട്ട്? അവൻ ക്ലാസ്സിലേക്ക് പോയി. അതെന്താ അവൻ തനിച്ചു പോയത്? അവൻ നേരത്തെ റെഡിയായി പോകുന്നെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് വൈകി,
അവൻ ഭക്ഷണം കഴിച്ചിരുന്നോ? എനിക്ക് അറിഞ്ഞൂടാ. മോള് കഴിച്ചോ? ഞാൻ കഴിച്ചു. പോവാ. യാമി, അവൻ രാവിലെ നിന്നോട് വല്ലതും സംസാരിച്ചോ? ഉം. അവന് പിണക്കമാണോ? ആരോട്? എന്നോട് അവന് പിണക്കൊന്നുമില്ല. അമ്മയോട് പിണക്കുണ്ടോന്ന് എനിക്കറിയില്ല. സുമ, മോൻ കഴിച്ചിട്ടാണോ പോയത്? ഞാൻ എടുത്തു വെച്ചിരുന്നു, കഴിക്കാൻ പറഞ്ഞിട്ട് കഴിച്ചില്ല. എന്തിനാ അങ്ങനെ വിട്ടത്? എന്നെ വിളിക്കായിരുന്നില്ലേ? എല്ലാം വർക്ക് ചെയ്തില്ല. അച്ഛാ, ഞാൻ 2-3 തവണ പറഞ്ഞു. അപ്പൊ എന്നെ ഒരു നോട്ടം നോക്കി. എനിക്ക് പേടിയായിപ്പോയി. അവരും വല്ലാതെ മാറിയോ? എന്റെ മക്കൾക്ക് എന്ത് മാറ്റം വരാനാ? ഒന്നുമില്ല. നീ വെറുതെ അങ്ങനെ സംശയിക്കൊന്നും വേണ്ട. അവൻ ലഞ്ച് കൊണ്ടുപോയോ? അതും എടുത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോ സ്കൂളിൽ കൊണ്ട് കൊടുത്തോളാം. മാഡം, എന്താ? ഇന്നലെ എന്റെ ചേട്ടൻ വിളിച്ചിരുന്നു. കുറച്ചുനേരം സംസാരിച്ചിട്ട് എന്നോട് ചോദിക്കുക, നിനക്കെന്താ വല്ലാത്ത വിഷമോന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം കാണുമ്പോ എനിക്കെന്തോ വല്ലാത്ത വിഷമം തോന്നുന്നു. നിനക്കെന്താ വീട്ടിൽ പോണോ? അയ്യോ, അതല്ല. ഇങ്ങനെയൊന്നും വേണ്ട മാഡം. മാഡത്തിന്റെ കുടുംബം പഴയ പോലെ മതി. ആഗ്രഹങ്ങൾക്ക് ചിറങ്ങ് മുളച്ചിരുന്നെങ്കിൽ എല്ലാരും പറന്നു നടന്നേനെ. പക്ഷെ അത് പറ്റില്ലല്ലോ. വാ. വാ. അങ്കിള് മോനെ വഴക്ക് പറയാനൊന്നും വന്നല്ല. ഇന്നത്തെ മോൻ തനിച്ച് ക്ലാസ്സിലേക്ക്? എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അങ്കിള് മോനോടൊരു കാര്യം ചോദിക്കട്ടെ? മോൻ അങ്കിളിനോട് സത്യം പറയാവൂ. എന്താ? അന്ന് മോൻ അനാമിക ആന്റിയോട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? സോറി അങ്കിൾ, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ ആന്റിയോട് സോറി പറയാൻ വരണമെന്ന് കരുതിയതാ. ഇത് കുട്ടൻ നമ്മുടെ കുട്ടിയല്ലേ? അങ്കിളിനും ആന്റിക്കും നല്ല ഇഷ്ടമുള്ള കുട്ടി. എന്താ മോനെ അങ്ങനെയൊക്കെ പറഞ്ഞത്? അച്ഛനാണോ പറഞ്ഞു തന്നത്? പിന്നെ ആരാ? അമ്മയാണോ? അമ്മയല്ല. ആരും പറഞ്ഞു തരാതെ യദുക്കുട്ടൻ അങ്ങനെ വന്ന് പറയില്ല. യദുക്കുട്ടനെ എനിക്കറിയില്ലേ? അത് അങ്കിൾ, അമ്മ കരയുന്ന കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നിയതാ. അങ്കിളി ചോദിക്കുന്നൊന്നും മോനാരോടും പറയൊന്നും വേണ്ട കേട്ടോ. അവരെവിടെയെങ്കിലും നിന്ന് കൂടുതൽ നേരം സംസാരിക്കുന്നത് മോൻ കണ്ടിട്ടുണ്ടോ? അവരൊന്നിച്ച് കാറിൽ പോകുന്നതോ എവിടെയെങ്കിലും നിൽക്കുന്നതോ? സത്യമായിട്ടില്ല അങ്കിൾ. അപ്പൊ പിന്നെ എങ്ങനെയാ ഇത് മോൻ ഇങ്ങനെയൊക്കെ തോന്നിയത്? അതല്ലേ അങ്കിളിന് മനസ്സിലാവാത്തത്? അത് ആന്റിയുടെ കാര്യം പറഞ്ഞ് അച്ഛൻ എപ്പോഴും എല്ലാരും കളിയാക്കാറില്ലേ, അങ്ങനെ തോന്നിയതാ. അത്രേ ഉള്ളൂ? ഗോഡ് പ്രോമിസ്. എന്നാ മോപ്പിക്കോ. ഇതാരോടും പറയില്ലല്ലോ അല്ലേ? ഇല്ല. അങ്കിളും ആരോടും പറയില്ലല്ലോ? ഇല്ല. പറഞ്ഞ അച്ഛൻ എന്നെ അടിച്ചു കൊല്ലും. ആന്റിയോട് എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയെന്ന് ചോദിച്ച് അച്ഛൻ തല്ലിയോ? അച്ഛൻ എന്താ ഈ കാണിക്കുന്നേ? കുട്ടികളൊരു കാര്യം പറഞ്ഞാ അതിന്റെ സ്പിരിറ്റിൽ എടുക്കണ്ടേ? അങ്കിളിനെ നോക്കിയേ. യദുക്കുട്ടനൊരു കാര്യം പറഞ്ഞു, അങ്കിൾ അപ്പ തന്നെ അത് വിടുകയും ചെയ്തു. സാരമില്ല കേട്ടോ. അച്ഛനിതൊന്നും അറിയില്ല. എന്റെ മുമ്പയ്ക്കോ. ടാറ്റ അങ്കിൾ. ആന്റിയോട് ഞാൻ സോറി ഉറങ്ങെന്ന് പറഞ്ഞേക്കണേ. അച്ഛൻ അവനെ തല്ലി, കുറെ വഴക്കും പറഞ്ഞു. ആന്റിക്ക് വിഷമമായോ? വിഷമാവില്ലേ മോളെ? നിങ്ങൾ രണ്ടുപേരും ആന്റിക്ക് എന്ത് ഇഷ്ടമാണ്. എന്നിട്ടും ഏതോ ഇങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാ
അവൻ എന്താ അങ്ങനെ പറഞ്ഞെന്നറിയില്ല. അവനോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരിക്കും. ആര്? ഞാനോ അച്ഛനോ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞോ? അതെനിക്കറിയില്ല. അവൻ അമ്മയുടെ കൂട്ടല്ലേ. അമ്മയും അച്ഛനും തമ്മിൽ വഴക്കിടുമ്പോ ആന്റിയുടെ കാര്യം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേൾക്കാതെ അവര് വഴക്കിടുന്നുണ്ടല്ലോ. മോളോട് ഇവിടെ വരണ്ടെന്നെങ്ങാനും അമ്മ പറഞ്ഞോ? ഇല്ല. അങ്ങനെ പറഞ്ഞാലും ഞാൻ വരും. അച്ഛന് ഇഷ്ടമാണ് ഞാനിവിടെ വരുന്നത്. അച്ഛൻ ആന്റിയെ കുറിച്ച് എപ്പോഴും നല്ലതാ പറയുന്നത്. എന്ത് പറയൂ അച്ഛൻ? അങ്ങനല്ല, ഞാൻ ആന്റിയെ കുറിച്ച് ചോദിച്ചാ അപ്പൊ പറയുന്നതാ. ആന്റി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആന്റിക്ക് അച്ഛനോട് ഇപ്പോഴും ആ പഴയ... മോള് ചെറിയ കുട്ടിയല്ലേ. ആന്റി അതിന് ഉത്തരം പറഞ്ഞാലും മോൾക്കത് മനസ്സിലാവില്ല. നിങ്ങൾ കേൾക്കുന്ന കളിയാക്കലുകളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ചിത്രമുണ്ട്. അതാണ് ഏതുകുട്ടം വന്ന് എന്നോട് ചോദിച്ചത്. കുറച്ചുകൂടി വലുതാകുമ്പോ ആന്റിയുടെ അവസ്ഥ എന്താണെന്ന് മോൾക്ക് മനസ്സിലാവും. അങ്കിള് വന്നെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങട്ടെ. ആ മോളെപ്പോഴാ വന്നേ? കുറച്ചു നേരമായി അങ്കിൾ. ആ ഏതോ ഒറ്റയ്ക്ക് പോകുന്ന കണ്ടു. അതെന്താ രണ്ടാളും വേറെ വേറെ? അവൻ നേരത്തെ ഓടി ഇറങ്ങിപ്പോയി. ഞാൻ അത് കഴിഞ്ഞ് ഇറങ്ങിയേ. ഞാൻ പോട്ടെ അങ്കിൾ, ലേറ്റ് ആവും. അച്ഛന് സുഖമല്ലേ? അവള് സാധാരണ വരാറുള്ളത് പോലെ വന്നതാ. കുട്ടികളല്ലേ, അവർക്ക് മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും പറിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ. മൈഥിലി, തനിക്കെപ്പോഴാ ഹോസ്പിറ്റലിൽ പോണ്ടേ? എടോ, തനിക്കെപ്പോഴാ ഹോസ്പിറ്റലിൽ പോണ്ടേന്ന്? 11:30. ഒരു 1 hour കൂടെ കഴിഞ്ഞ് പോയാൽ മതിയോ? എന്താ? എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, മിസ്റ്റർ ശരത്. ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു മാഗസിൻ നടത്തുന്ന ശരത്. ആ, അവൻ പെട്ടെന്ന് വിളിച്ചു, ഇങ്ങോട്ട് തിരിക്കുകയാണെന്ന് പറഞ്ഞു. കൂടെ അവൻ്റെ വൈഫും ഉണ്ടാവും, നൂർജഹാൻ. അവർ ലവ് മാരേജാണ്. അല്ല, താനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതല്ല, ഒഴിവാക്കാൻ പറ്റാത്ത വല്ല തിരക്കുണ്ടെങ്കിൽ... ഒഴിവാക്കാവുന്നേ ഉള്ളൂ. സാരംഗിന്റെ ഫ്രണ്ട്സ് വരുന്നതല്ലേ. ആ, താങ്ക് യു. എന്നാ താൻ റെഡി ആയിക്കോ, അവരിപ്പോ വരും. സാരംഗ്, സാരംഗ്, വേറൊന്നും തോന്നരുത്. സാധാരണ സാരംഗിന്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വരുമ്പോൾ ഞാൻ അവരോട് നല്ല രീതിയിൽ ഇടപഴകാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിപ്പോയാ... ഡോക്ടർ മൈഥിലിയുടെ അടുത്തുനിന്ന് അങ്ങനെ ഒരു മര്യാദകേടൊന്നും വരില്ല. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. പിന്നെ എന്തെങ്കിലും സംഭവിച്ചാ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറിക്കോളാം. ലോകത്തിനു മുന്നിൽ അഭിനയിക്കുന്ന ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നൊന്നും വിചാരിച്ചില്ല നമ്മളും അവരുടെ കൂട്ടത്തിൽ ചേരുന്നു. താൻ റെഡിയാവും. അവരിങ് എത്തുന്നതിന് മുമ്പ് ഇത്തരം സംസാരങ്ങൾ ഇല്ലാതിരിക്കുന്നതാ നല്ലത്, അല്ലേ? സാരംഗ് പേടിക്കണ്ട. വരുന്നവർക്ക് ഒരു കുറവും സംഭവിക്കില്ല. അവര് എന്റെ കുടുംബത്തിലേക്കല്ലേ വരുന്നത്. കുടുംബത്തിന്റെ അഭിമാനം അങ്ങനെ കളയാൻ പറ്റിയ ഒന്നല്ല. ഞാൻ പെട്ടെന്ന് റെഡിയാവാം.